മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഒരു നല്ല സമരിയാക്കാരന്റെ ഉപമയാണ്. ഒരുവൻ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോകുന്ന വഴിയില് കുറെ പേര് കള്ളന്മാര് അവനെ ഉപദ്രവിച്ച് വഴിയിൽ ഉപേക്ഷിച്ച് കളയുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെ പലരും കടന്നുപോയെങ്കിലും അവനെ നോക്കാനായിട്ടോ അവനെ ശുശ്രൂഷിക്കാനായിട്ടോ ആരും തയ്യാറായില്ല. അവസാനം ഒരു സമരിയാക്കാരൻ, ഒരു വിജാതിയൻ കടന്നു വന്നിട്ട് അവനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് അവന്റെ മുറിവുകളില് എണ്ണയും വീഞ്ഞും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി അവനെ സംരക്ഷിച്ച് ഒരു സത്രത്തിൽ ഏൽപ്പിച്ചിട്ട് അവന് വേണ്ടത് നൽകിക്കൊള്ളാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയാണ് നല്ല സമരിയാക്കാരൻ. ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എത്ര വലുതായിട്ടാണ് എന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവരാ. ഈ മനുഷ്യൻ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്, ദൈവ സന്നിധിയിൽ നിന്ന് കൊള്ളക്കാരുടെ അരികിലേക്ക് കടന്നു പോവുകയാണ്. വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്കുള്ള യാത്ര നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും അശുദ്ധിയിലേക്കൊരു യാത്ര നടത്താറുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നിന്നും മാറിയൊരു യാത്ര നടത്താറുണ്ട്. ആ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടാവും, വീഴ്ചകളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, തകർച്ചകളുണ്ടാവും. പിശാച് നമ്മളെ ആക്രമിക്കും, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കും, മാറ്റി നിർത്തും. ഇങ്ങനെ ജീവിതത്തിന്റെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട. കാരണം കർത്താവിൽ നിന്ന് അകന്ന് നമ്മൾ പോയാലും നമ്മളെ അന്വേഷിച്ചു വരുന്ന, നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു നല്ല സമരിയാക്കാരനാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമ്മുടെ മുറിവുകൾ ഉണക്കും, അവിടുന്ന് നമ്മുടെ വേദനകൾ അകറ്റും, നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കും. നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ ആ വീഴ്ചയിൽ നിന്ന് ഉയർത്തും കർത്താവ്. അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരും. വേദനിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ അരികിലേക്ക് അവിടുന്ന് കടന്നു വരും. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും നിന്റെ കഷ്ടപ്പാടിന്റെ നിമിഷങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് വരത്തില്ല. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും നിന്നെ സഹായിച്ചു എന്ന് വരത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ എന്തുമാത്രം താഴ്ചയിൽ കിടന്നാലും, എന്തുമാത്രം വേദനയിൽ കിടന്നാലും, എന്തുമാത്രം ഇല്ലായ്മയുടെ നടുവിൽ കിടന്നാലും നിന്നെ പരിപാലിക്കാനും സംരക്ഷിക്കാനും നിന്റെ ജീവിതത്തെ ഉയർത്താനും കർത്താവിശോ മിശിഹ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തില് സന്തോഷവും നന്മയുമുള്ള ഒത്തിരി പേരുണ്ടാവും. പക്ഷെ സങ്കടത്തിലാണെങ്കിലോ പലരും ഉണ്ടാവില്ല. പക്ഷെ ഈശോ നിന്റെ സങ്കടത്തിലും സഹനങ്ങളിലും നിന്റെ കൂടെയുണ്ടാവും. അത് നിന്റെ അരികിലേക്ക് വരുമെന്നാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ അരികിലേക്ക്, നിന്റെ മുറിവുകളിലേക്ക്, നിന്റെ വീഴ്ചകളിലേക്ക്, നിന്റെ ഇല്ലായ്മകളിലേക്ക് ഈശോ ഇറങ്ങി വരും. അവിടുന്ന് നിന്നെ കൈപിടിച്ചുയർത്തും. തന്റെ തന്നെ രക്തമൊഴിച്ച് നിന്റെ മുറിവുകളെ, പാപത്തിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുറിവുകളെ, ഈ ലോകത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുള്ള മുറിവുകളെ അവിടുന്ന് കഴുകി ഉണക്കും. അവിടുന്ന് നിന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും, നിന്നെ പരിപാലിക്കും. നീ എത്രമാത്രം പാപത്തിലേക്ക് വീണാലും അവിടുന്ന് നിന്നെ കൈവിടുകയില്ല എന്ന് തിരിച്ചറിയുക. കർത്താവിന്റെ സ്നേഹം അത്ര വലുതാണ്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം, ആ കരുണയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഈ ആഴ്ചയിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സഹായം ഇവർക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണം ഇവരുടെ ജീവിത വഴികളിൽ ഇവർക്കുണ്ടായിരിക്കട്ടെ. ആപത്തുകളും അപകടങ്ങളും ഇവരുന്ന് അകന്നു പോകട്ടെ. പൈശാചിക പ്രവർത്തനങ്ങൾ അകന്നു പോകട്ടെ. പരാജയങ്ങൾ മാറിപ്പോകട്ടെ. ദുഷ്ടത മാറിപ്പോകട്ടെ. തിന്മ മാറിപ്പോകട്ടെ. അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.